Hi friends, once again welcome back to T Blogs. This meeting is from Maviligram. ഓക്കെ, ഇന്നലെ OTT റിലീസ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് ഫിലിമാണ് പൊന്മാൻ എന്ന് പറഞ്ഞത്. ആക്ച്വലി ഇത് ജനുവരി 30 റിലീസായത്. ഈ പൊന്മാൻ എന്ന് പറയുന്ന സിനിമയുടെ ടൈറ്റിലിൽ തന്നെ ഉണ്ട് ഒരു ഡീകോഡിങ്. കാരണം പൊന്നെന്ന് പറഞ്ഞാൽ ഗോൾഡിനെ സൂചിപ്പിക്കുന്നു, മാനെന്ന് പറഞ്ഞാൽ മനുഷ്യനെ. പൊന്മാൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു ബേർഡാണെന്നുള്ള എല്ലാവർക്കും അറിയാം. ഞാൻ അതേ പറ്റിയുള്ള എന്തെങ്കിലും അടിക്കും എന്നൊക്കെ കരുതിയത്. പക്ഷെ പിന്നീടാണ് മനസ്സിലായത്, ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഒരു ഗോൾഡിനെ പറ്റിയുള്ള ഒരു പ്ലോട്ടാണ് പറഞ്ഞു പോകുന്നതെന്ന്. പക്ഷെ എന്നിരുന്നാലും ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ എടുത്ത് കാണിക്കുന്നു. കാര്യം എന്തെന്ന് പറഞ്ഞാൽ ഡൗറി സിസ്റ്റത്തെക്കുറിച്ചും ഈ ഡൗറി സിസ്റ്റം കൊണ്ട് ഒരു കുടുംബം അനുഭവിക്കുന്ന കുറച്ച് പ്രശ്നങ്ങളെക്കുറിച്ചും ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ എടുത്ത് കാണിക്കുന്നു. പിന്നെ രതീഷ് ശങ്കർ, ഐ തിങ്ക് രതീഷ് ശങ്കർ എന്നങ്ങോട്ടാന്ന് തോന്നുന്നു ഡയറക്ടറുടെ പേര്. അദ്ദേഹം നല്ല രീതിയിൽ എക്സിക്യൂട്ടീവ് ചെയ്തിട്ടുണ്ട്. പിന്നെ ജസ്റ്റിൻ വർഗീസിൻ്റെ മ്യൂസിക്കിൽ നല്ല രീതിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു, ആ ഒരു ക്രാഫ്റ്റും കാര്യങ്ങളും. പിന്നെ ഡയറക്ഷൻ ലെവലിൽ നിന്ന് നോക്കുകയാണെങ്കിൽ അദ്ദേഹം എടുത്തിരിക്കുന്ന എഫേർട്ടും കാര്യങ്ങളും ഒക്കെ നല്ല രീതിയിൽ അവിട്ട് കാണാനുണ്ട്. പിന്നെ ഒരു തുരുത്തല്ലല്ലോ, ഒരു നിശ്ചിതമായിട്ടുള്ളൊരു സ്ഥലത്തിൽ ഒരാൾ അകപ്പെട്ടു പോയാൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുടെ വ്യാപ്തിയും കാര്യങ്ങളും ഒക്കെ ഒരു ചെറിയ ജോലിയായിരിക്കും. ആ ഒരു ചെറിയ ജോലിക്ക് വേണ്ടി കാണിക്കുന്ന കമ്മിറ്റ്മെൻറ്റും അത് എന്ത് തന്നെ ആയിക്കോട്ടെ, ചെറിയ ജോലി എന്ന് പറയാൻ പറ്റത്തില്ല, എല്ലാ ജോലികൾക്കും റിസ്ക് ഉണ്ട്. പിന്നെ ജീവിതത്തെ എങ്ങനെ കാണണം, അതാ ഈ സിനിമയിലെ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഒരു പ്രത്യേക രീതി എടുത്ത് കാണിക്കുന്നുണ്ട്. അത് ബേസിക് ജോസഫ് തന്നെ പറയുന്ന ഒരു ഡയലോഗാണ്. പിന്നെ വേറെ എടുത്തുകൊണ്ട് എന്താണെന്ന് പറഞ്ഞാൽ ലിജോ മോളാണ് തോന്നുന്നു ഈ സിനിമയുടെ ലീഡ് റോള് വരുന്നത്. ഒരിക്കൽ പോലും പ്രതീക്ഷിക്കാത്ത ഒരു ക്ലൈമാക്സ്. എനിക്ക് ഇതിൻ്റെ ഒരു ബാഡായിട്ട് തോന്നിയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ക്ലൈമാക്സ് ആണ്. ക്ലൈമാക്സ് എന്തുകൊണ്ടോ ഇച്ചിരി കൂടെ ഒരു എന്തോന്ന് വിളിച്ചത്, ഒരു പരഞ്ച പ്രണയകഥ കഥയുടെ കൂട്ടായിപ്പോയി. അതല്ലായിരുന്നെങ്കിൽ നല്ലൊരു ക്രാഫ്റ്റ്, നല്ലൊരു കുഴപ്പമില്ല, കണ്ടിരിക്കാം. സിനിമ സ്നേഹിക്കുന്ന എല്ലാവർക്കും വൺ ടൈം വാച്ചബിളെന്നല്ല, മേ ബി മോർ ദാൻ ദാറ്റ്, അതിൽ കൂടുതൽ കാണാനുള്ള ഒരു അഭിപ്രായമുണ്ട്. എനിക്ക് ഇന്നലെ ആയിരുന്നു ഞാൻ പടം കണ്ടത്. എനിക്ക് ഇഷ്ടപ്പെട്ടു. തിയേറ്ററിൽ പോയി കാണണമെന്നുണ്ടായിരുന്നു. പക്ഷേ എല്ലാം 30 ആയിരുന്നു തോന്നുന്നു, കഴിഞ്ഞ ജനുവരി 30 ആയിരുന്നു തോന്നുന്നു ഈ പടം റിലീസായത്. പക്ഷേ കാണാൻ പറ്റിയില്ല. ഇന്നലെ ഇപ്പോൾ ജിയോ സ്റ്റാറിൽ അവൈലബിളാണ്. പറ്റുമെങ്കിൽ ഇവരൊന്ന് കാണുക. അപ്പോൾ ഓക്കെ, ഇസ് മീറ്റ് വർഗീസ് ഫ്രം T Blogs സൈനിങ് ഔട്ട്.